നെപ്റ്റ്യൂൺ ഗ്രഹത്തിനും അപ്പുറം സൗരയൂഥത്തിന്റെ അതിർത്തി പ്രദേശത്തെയാണ് ക്യൂപ്പർ ബെൽറ്റ് എന്നറിയപ്പെടുന്നത്. ഇവിടെയാണ് ധൂമകേതുക്കളും വാൽനക്ഷത്രങ്ങളും കുള്ളൻ ഗ്രഹങ്ങളുമൊക്കെ കാണപ്പെടുന്നത്. കുള്ളൻ ഗ്രഹത്തിന് ഒരു ഉദാഹരണമാണ് പ്ലൂട്ടോ. ഇനി നമുക്ക് സൗരയൂഥത്തിനുള്ളിലുള്ള ഒരു മേഖലയിലേക്ക് പോകാം. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള മേഖലയാണിത്. ഇവിടെ വലിയ പാറക്കല്ലുകളും മറ്റും സൂര്യനെ ചുറ്റുന്നുണ്ട്. ഇവയെയാണ് ക്ഷുദ്രഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലുള്ള ഈ മേഖലയെ വിളിക്കുന്നത് ആസ്റ്ററോയിഡ് ബെൽറ്റ് എന്നാണ്. ഈ ആസ്റ്ററോയിഡ് ബെൽറ്റിൽ അഥവാ ക്ഷുദ്രഗ്രഹ ബെൽറ്റിൽ ഒരു കുള്ളൻ ഗ്രഹമുണ്ട്. നമുക്കറിയാം, കുള്ളൻ ഗ്രഹങ്ങൾ ഉണ്ടാവേണ്ടത് ക്യൂപ്പർ ബെൽറ്റിലാണ്. എന്നാൽ ഒരു കുള്ളൻ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഈ ആസ്റ്ററോയിഡ് ബെൽറ്റിലാണ്. ഏതാണത്? അതിന്റെ പേരാണ് സീറിസ്. ജോസഫ് പിയാസി എന്ന ഇറ്റാലിയൻ ജ്യോതിശാസ്ത്രജ്ഞൻ 1801 സീറിസിനെ കണ്ടെത്തുന്നത്. ഏറ്റവും വലിയ ക്ഷുദ്രഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും സീറിസ് എന്ന് തന്നെയാണ്. സീറിസ് ഒരു കുള്ളൻ ഗ്രഹമാണ് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ എന്താണ് സിറിയസ്? ഇത് ഭൂമിയിൽ നിന്ന് നോക്കിയാൽ സൂര്യൻ കഴിഞ്ഞാൽ കാണാവുന്ന ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ്. ഇനി ഇതുപോലെ സിറസ് ഉണ്ട്. എന്താണ് സിറസ്? ഇത് ഒരുതരം മേഘമാണ്. തെളിഞ്ഞ ആകാശത്തിൽ കാണപ്പെടുന്ന തൂവൽക്കെട്ട് പോലെയുള്ള മേഘങ്ങളെ വിളിക്കുന്ന പേരാണ് സിറസ്.